എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കർക്കിടകത്തിൽ മഴക്കാലത്ത് രോഗങ്ങളുടെ എണ്ണം കൂടുകയും എന്നാൽ രോഗപ്രതിരോധ ശേഷി കുറയുകയും ചെയ്യുന്നൊരു കാലഘട്ടം കൂടിയാണ്. അതിനാൽ തന്നെ നാം ഔഷധ മരുന്നുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് മഴക്കാലത്ത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ശരീരവേദനകളെ അകറ്റാനും ചർമ്മ സൗന്ദര്യം വർദ്ധിപ്പിക്കാനും നിലനിർത്താനുമൊക്കെ ശ്രമിക്കാറുണ്ട്. ഇതിനായിട്ട് വിവിധ ഔഷധ വിത്തുകൾ ചേർത്തുണ്ടാക്കുന്ന ഒന്നാണ് കർക്കിടക ലഡു, മരുന്നുണ്ട എന്നൊക്കെ അറിയപ്പെടുന്ന ഔഷധ ലഡു. ഇത് കൂടുതൽ പേരും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടാകും. ഇനിയും ഉണ്ടാകാത്തവർ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. പിന്നെ ഇത് മഴക്കാലത്തെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൊടുക്കുന്ന ഔഷധ ഗുണങ്ങൾ മാത്രമല്ല, ഏത് കാലത്തും കഴിക്കാൻ പറ്റുന്ന ഉത്തമമായ ഒരു ഔഷധക്കൂട്ട് തന്നെയാണ്. ഔഷധ ലഡു ഉണ്ടാക്കാനായി ഇന്ന് ഞാനിവിടെ എടുത്തിരിക്കുന്ന ചേരുവകൾ നവര അരി. നമുക്കറിയാം, നവര അരി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. ദഹനം എളുപ്പമാക്കാനും ശരീരപുഷ്ടിക്കും ഇത് അത്യുത്തമമാണ്. 250 ഗ്രാം നവര അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് ആദ്യമേ തന്നെ നന്നായി കഴുകി വൃത്തിയാക്കി ഒന്ന് ചെറുതായി ഉണങ്ങാനായി ഒരു തുണിയിലോ മറ്റോ വിരിച്ചിടുക. അടുത്തത് എള്ളാണ്. 50 ഗ്രാം എള്ളാണ് എടുത്തിട്ടുള്ളത്. ഇതും നന്നായി വൃത്തിയായി കഴുകിയെടുക്കുക. എള്ള് കഴുകുമ്പോൾ ഒരു അരിപ്പയിലിട്ട് കഴുകി വൃത്തിയാക്കിയാൽ എള്ള് പുറത്തേക്ക് പോവില്ല. പാത്രത്തിലൊക്കെ ഇട്ട് കഴുകി കഴിഞ്ഞാൽ കഴുകുന്ന വെള്ളത്തിന്റെ കൂടെ ധാരാളം എള്ള് പുറത്തു പോകും. എള്ളും വെള്ളം വലിയാനായി അരിപ്പയിൽ തന്നെ വയ്ക്കുക. എല്ലുകളുടെ ആരോഗ്യത്തിനും ചർമ്മ സൗന്ദര്യത്തിനും വളരെ നല്ലതാണ്. അടുത്തത് ഉലുവ 50 ഗ്രാം എടുത്തിട്ടുണ്ട്. ഉലുവ ദഹനം കൂട്ടാനും കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും ശരീരഭാരം കുറയ്ക്കാനും തലമുടി വളരാനും എന്നുവേണ്ട ഒരുപാട് ഗുണങ്ങളടങ്ങിയ ഒന്നാണ്. അടുത്തതായി അയമോദകം 50 ഗ്രാം എടുത്തിട്ടുണ്ട്. ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒന്നാണിത്. അതുപോലെ ആശാളി 50 ഗ്രാം എടുത്തിട്ടുണ്ട്. ആശാളി ഇരുമ്പ് സത്തും പ്രോട്ടീൻ, വിറ്റാമിനുകൾ എന്നിവയാൽ സമ്പന്നമാണ്. പിന്നെ 25 ഗ്രാം ചെറിയ ജീരകമാണ് എടുത്തിട്ടുള്ളത്. ദഹന പ്രക്രിയയെ സഹായിക്കാൻ അത്യുത്തമമാണിത്. അതുപോലെ തന്നെ 25 ഗ്രാം പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ വളരെയധികം പോഷകസമൃദ്ധമായിട്ടുള്ള ഒന്നാണ് ബദാം. ഒരു പിടി ബദാമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഏതാണ്ട് ഒരു 30 എണ്ണം വരും. ഇതെല്ലാം വറുത്തെടുക്കാനുള്ളതാണ്. ഈ കൂട്ടിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് കൂടി ആവശ്യമാണ്. അതുപോലെ തന്നെ ഒരു തേങ്ങ മുഴുവനായി ചിരവിയത് എടുത്തിട്ടുണ്ട്. പിന്നെ 5 or 6 ഏലക്കായ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് മധുരത്തിനായി പനഞ്ചക്കരയാണ്. ഔഷധ മരുന്നുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ പനഞ്ചക്കര അഥവാ കരിപ്പെട്ടി തന്നെ എടുക്കണം. ഇവിടെ 400 ഗ്രാം കരിപ്പെട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം ഒന്ന് വറുത്തെടുത്ത് പൊടിച്ചെടുക്കണം. ഇതിനായിട്ട് ചുവട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ആദ്യം തന്നെ കഴുകി തയ്യാറാക്കി വെച്ച നവര അരി വറുത്തെടുക്കാം. അതിനുശേഷം കഴുകി വെച്ച എള്ള് വറുത്തുകോരാം. എള്ള് വറുക്കുമ്പോൾ കരിയാതെ നോക്കണം. ബാക്കി വരുന്ന വിത്തുകളെല്ലാം ഒന്നിച്ച് തന്നെ വറുത്തെടുക്കാം. ഇത് ഏതാണ്ട് മൂത്ത് വന്നാൽ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് നന്നായി ഇളക്കുക. ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങ ചേർത്തിളക്കി നന്നായി ഒന്ന് ചൂടാകുമ്പോൾ ഇതെല്ലാം മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇത് തണുത്തതിന് ശേഷം വേണം പൊടിച്ചെടുക്കാൻ. ഈ സമയം കൊണ്ട് നേരത്തെ എടുത്തു വെച്ച പനഞ്ചക്കര 1 ഗ്ലാസ് വെള്ളം ചേർത്ത് ഒന്ന് ഉരുക്കിയെടുത്ത് അരിച്ചെടുത്ത് വയ്ക്കാം. വറുത്തുകോരി വെച്ച ഔഷധക്കൂട്ടുകൾ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അരിച്ചെടുത്ത ശർക്കരപ്പാനി ചൂടാറിയതിനു ശേഷം കുറേശ്ശായി ഒഴിച്ച് ഉരുട്ടിയെടുക്കാൻ പാകത്തിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം ഉരുട്ടി ഉരുളകളാക്കിയിട്ടുണ്ട്. ഇത് ദിവസം 1 എണ്ണം വീതം കഴിക്കാവുന്നതാണ്. ഇത് നല്ല സ്വാദിഷ്ടമാണ്. അതുപോലെ തന്നെ ആരോഗ്യത്തിന് വളരെയധികം ഗുണപ്രദവുമാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. താങ്ക്